ആ ദുരന്തത്തിൻ്റെ ഒരു തീവ്രത എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഈ ഒരു ചൂരൽമല എന്ന് പറയുന്ന ആ ഒരു മല. ഇവിടുന്നാണ് ഒരു പുഴ ഉത്ഭവിച്ച് വരുന്നത്. അങ്ങനെ ഒരു പുഴ ഉത്ഭവിച്ച് വന്ന് ഒരു മുണ്ടക്കൈ എന്ന് പറയുന്ന ഈ ഒരു ടൗണിലേക്കാണ് എത്തുന്നത്. അതായത് ഒരുപാട് വീടുകളുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ കടകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് എത്തുന്നത്. അങ്ങനെ ആ ഒരു പുഴ കടന്നു വന്ന് ഈ ഉരുൾപൊട്ടിയ വെള്ളവും കല്ലും മണ്ണും എല്ലാം കൂടെ കടന്നു വന്ന് ഈ കാണുന്ന വീടുകളുടെ എല്ലാം പുറത്തു കൂടെ വന്ന് ഈ പറയുന്ന GVHS വെള്ളാർമല എന്ന ഈ ഒരു സ്കൂൾ കാണിക്കുന്നുണ്ട് ന്യൂസുകളിലൊക്കെ. അപ്പോൾ ആ ഒരു ന്യൂസിൽ കാണിക്കുന്ന സ്കൂളിൻ്റെ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. ഈ സ്കൂളൊക്കെ വന്ന് എടുത്തു കഴിഞ്ഞ് ഈ വെള്ളം പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒരു പാലം കാണാനുണ്ട്. ഈ പാലം ഒലിച്ചു പോയി എന്നാണ് പറയുന്നത്. അവിടെ തന്നെ ഒരു അമ്പലമൊക്കെ കാണാനുണ്ട്. അങ്ങനെ ഈ ഒരു വെള്ളം ഈ ഒരു ടൗൺ, ഈ ഒരു ചെറിയൊരു ടൗൺ, ഇത്രയും വീടുകളുള്ള ഈ ഒരു സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് ഈ ഒരു കല്ലും മണ്ണും കവർ ചെയ്ത് അവിടെയുള്ള ആളുകളെ കൊണ്ടൊക്കെ പോയി ഇത് വന്ന് നേരെ ഈ സൂചിപ്പാറ വാട്ടർഫോൾസിലാണ് പിന്നെ ഈ ഒരു വെള്ളവും കല്ലും എല്ലാം കൂടെ വരുന്നത്. അങ്ങനെ ഈ ഒരു വാട്ടർഫാൾസ് കഴിഞ്ഞ് ആ ഒരു പുഴ അങ്ങനെ അങ്ങനെ പോയി ഈ മലയിടുക്കുകളിലൂടെ ആ പുഴ അങ്ങനെ പോയി നേരത്തെ നമ്മൾ കണ്ട ആ ചൂരൽമല മുണ്ടക്കൈ ഏരിയയിൽ നിന്നുള്ള ആ ഒരു കല്ലും മണ്ണും അതുപോലെ തന്നെ അവിടുന്ന് വന്നുള്ള മൃതദേഹങ്ങളെല്ലാം കിട്ടുന്നത് ഈ ഒരു പോത്തുംകല്ല് ഈ ഒരു ഏരിയയിൽ നിന്നാണ് ആളുകൾക്ക് കിട്ടുന്നത്. അതായത് മലപ്പുറം ജില്ലയിൽ വരെ ഇതിൻ്റെ ഒരു വ്യാപ്തി എത്തിയിട്ടുണ്ട്. അവിടുന്നാണ് ഒരുപാട് മൃതദേഹങ്ങളും കാര്യങ്ങളും കിട്ടിയിട്ടുള്ളത്. ഒരുപാട് ദൂരമാണ് സഞ്ചരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആ ഒരു ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത്. ഈ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് സഹായം അഭ്യർത്ഥിക്കാൻ പറ്റും. സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് ബ്ലഡും ആവശ്യമുണ്ട്. അത് നിങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പരമാവധി ശ്രമിക്കുക. താങ്ക് യു.